വാദി ബാനി ഖാലിദിലേക്ക് പോകണം കേട്ടോ. നല്ലൊരു അടിപൊളിയൊരു വാദിയാന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് വാദി ഷാപ്പ് പോയിട്ടുണ്ടായിരുന്നു, അതുപോലെ നല്ലൊരു വാദിയാന്ന് പറയണേ. നമ്മളെന്തായാലും പോയി നോക്കാം. എന്തായാലും കുറച്ച് നേരം കുളിച്ചിട്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു പോകാം. അപ്പോൾ മസ്കറ്റ് ട്രിപ്പിൻ്റെ 3-ാം ദിവസത്തെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാൻഡ് ഫാമിലി സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ സൂര്യനിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷമാണ് നമ്മളിപ്പോൾ നേരെ വാദി ബാനി ഖാലിദിലേക്ക് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 2 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട്. ആദ്യമൊക്കെ നല്ലൊരു റോഡായിരുന്നു, നല്ലൊരു ഡ്രൈവായിരുന്നു. പക്ഷെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ തന്നെ ചെറിയ മലകൾ കയറി വരുമ്പോൾ റോഡെല്ലാം ഇടിഞ്ഞു പോയ ഒരു കണ്ടീഷനിലാണ് നമുക്കവിടെ കാണാൻ പറ്റിയത്. അവരിപ്പോൾ റോഡ് പണിയുന്നുണ്ട് എങ്കിലും ആ പല സ്ഥലത്തും റോഡ് ഇങ്ങനെ ഇടിഞ്ഞു പോയ പോലെയാണ് നമുക്ക് കാണുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് പോയപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മഴ കിട്ടി. പക്ഷെ ആ മഴ അധികം നേരം നീണ്ടു നിന്നില്ല. മഴ അധികം നേരം നീണ്ടു നീങ്ങുമ്പോൾ തിരിച്ചു വരേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ മഴ മാറിയ കാര്യം നമ്മൾ നേരെ വീണ്ടും വാദി ബാനി ഖാലിദിലേക്കുള്ള നമ്മുടെ യാത്ര നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഒമാൻ്റെ കിഴക്കൻ മേഖലയിലെ ബാഡ ഗ്രാമത്തിൻ്റെ അറ്റത്തായാണ് വാദി ബാനി ഖാലിദ് സ്ഥിതി ചെയ്യുന്നത്. വർഷം മുഴുവനും വെള്ളത്താൽ നിറഞ്ഞു കിടക്കുന്ന ഈയൊരു വാദി ഒമാനിലെ നല്ലൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. മസ്കറ്റിൽ നിന്ന് ഏകദേശം 203 കിലോമീറ്ററും സുറിൽ നിന്ന് ഏകദേശം 120 കിലോമീറ്ററും ദൂരെ സ്ഥിതി ചെയ്യുന്ന ഇവിടുത്തെ ഈ ഒരു വാദി തന്നെയാണ് ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ വന്ന് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം നടക്കുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് പൂള് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. എന്നുവെച്ചാൽ ഒരുപാട് ദൂരേക്ക് നടക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഏത് ആൾക്കാർക്കും ഫാമിലി ആയാലും കുട്ടികളായാലും ഒക്കെ സുഖമായിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനാണ് ഈ ഒരു വാദി ബാനി ഖാലിദ്. നല്ലൊരു റെസ്റ്റോറൻറ്റും പാർക്കും അതേപോലെ നമ്മൾ ഈ കാണുന്ന പോലുള്ള പല രീതിയിലുള്ള പൂളുകൾ നിറഞ്ഞ നല്ലൊരു സ്ഥലമാണ് ഈ ഒരു വാദി ബാനി ഖാലിദ്. ഏത് ഫാമിലി ആയാലും ബാച്ചിലർ ആയാലും ആർക്കും വന്ന് സുഖമായിട്ട് സേഫായിട്ട് കുളിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. അതേപോലെ ഇവിടെ ലൈഫ് ഗാർഡിൻ്റെ സേവനമൊക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്കതിനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഡ്രസ് കോഡിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിൽ മാന്യമായ രീതിയിൽ വസ്ത്രം ധരിച്ച് മാത്രമാണ് നമുക്കിവിടെ കുളിക്കാൻ പറ്റുള്ളൂ. ഏതൊരാൾക്കും കുളിക്കാൻ ഉതകുന്ന ഇവിടുത്തെ ഈ നാച്ചുറൽ പൂളുകളും അതിന് ചുറ്റുമുള്ള ഈ ചുണ്ണാമ്പ് കല്ലുകളാൽ നിറഞ്ഞ ഈ ഒരു മലയിടുക്കാണ് ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ലൊരു വൈബാണ് അവിടെ. കുറച്ച് നടക്കാനുണ്ട്, പക്ഷെ അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല സുഖമായിട്ട് നടക്കാം. ഇവിടുത്തെ ഈ മനോഹരമായ കാഴ്ചകളും അതേപോലെ വാദിയിലെ ആ തണുത്ത വെള്ളത്തിലെ ഒരു കുളി നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭൂതിയാണ് നമുക്ക് നൽകുന്നത്.
നമ്മുടെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നേരെ ഇനിയിപ്പോൾ തിരിച്ചു പോവാണ് കേട്ടോ. നമുക്കിവിടെ മതിയായിട്ടല്ല, പക്ഷേ ഒരുപാട് നേരം കുളിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കിനി തിരിച്ചിപ്പം ദുബായിലേക്ക് പോകണം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പെട്ടെന്ന് തന്നെ കുളിയെല്ലാം അവസാനിപ്പിച്ച് നമ്മളിപ്പോൾ തിരിച്ചു പോകുന്നത്. അവിടുത്തെ കാഴ്ചകൾ നമുക്ക് ഒരിക്കലും കണ്ട് തീരുന്നില്ല. അപ്പോൾ ഇനിയും നമുക്ക് അവിടെയുള്ള കൂടുതൽ കാഴ്ചകൾ ഇനി അടുത്തൊരു ട്രിപ്പിൽ കാണാമെന്ന് വിചാരിച്ച് നമ്മളിപ്പോൾ ഇവിടുന്ന് തിരിച്ച് പോരാണ്. വാദി ബാലിഹാനിതിൽ വന്നിട്ട് നമ്മളിപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നേരെ തിരിച്ച് നമ്മളിപ്പോൾ UAE പോകുന്നത്. അവിടുത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വരുന്ന വഴിക്ക് ഒരു കടയിൽ നിന്ന് നമ്മളൊരു സുലൈമാനിയൊക്കെ വാങ്ങിച്ച് കുടിച്ചതിന് ശേഷമാണ് നമ്മളിപ്പോൾ നേരെ ദുബായിലേക്കുള്ള നമ്മുടെ യാത്ര നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്.